ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ൻ്റെ 8th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ TB ട്യൂബർക്ലോസിസിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ട്യൂബർക്ലോസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം. TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. സോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ കുറേയധികം വർഷങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ടാവും. അപ്പോൾ കുറച്ച് വർഷങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറച്ചേ ഉള്ളൂ. സോ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. ടൈം പീരീഡ് 1850s to 1947. സോ 1950s മുതൽ 1947 വരെയുള്ള ആ ഒരു കാലയളവിൽ എന്തൊക്കെ ആണ് TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിൽ അല്ലെങ്കിൽ TB കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നത്. First sanatorium 1850s. The first sanatorium for TB patients was established in India in the 1850s. So 1850s TB patientsന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സാനിറ്റോറിയം ഉണ്ടായത്. ഈ സാനിറ്റോറിയം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഇതിനെ പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന സാനിറ്റോറിയം എന്നാണ്. അപ്പോൾ പണ്ട് കാലത്ത് TB ഒക്കെ വരുന്ന ആൾക്കാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സാനിറ്റോറിയം. സോ ഫസ്റ്റ് സാനിറ്റോറിയം ഈസ് ഓൺ 1850s ഫസ്റ്റ് സാനിറ്റോറിയം വന്നത്. സെക്കൻഡ്, ദ TB അസോസിയേഷൻ ഓഫ് ഇന്ത്യ 1912. The TB Association of India was formed in 1912 to raise awareness and advocate for TB control. So TB Association of India നിലവിൽ വരുന്നത് 1912 അത് വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ TBനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനും TB കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് TB Association of India നിലവിൽ വന്നത്. Then third, British government initiatives 1920s to 1930s ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നടപ്പിലായത്. The British government initiated TB control measures including the establishment of TB clinics and sanatoria. അപ്പം അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? TB ക്ലിനിക്സും സാനിറ്റോറിയംസും ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TB കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then the Tuberculosis Association of India, it is a voluntary organization that plays vital role in the fight against tuberculosis in India. അപ്പോൾ എന്താ ട്യൂബർക്ലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബർക്ലോസിസിന് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്ന ഒരു വോളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈ TAI എന്ന് പറയുന്നത്. TAI ട്യൂബർക്ലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. Here are some key facts about TAI. It's established in 1939. The TAI was found in 1939 by a group of doctors and social workers who were concerned about the problem of TB in India. So ഇതിൽ ഫോം ചെയ്തിരിക്കുന്ന 1912 എസ്റ്റാബ്ലിഷ്ഡ് 1939 അത് ഓർത്ത് വെക്കുക. നിലവിലത് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ അതിൻ്റെ കുറിച്ച് കൂടുതൽ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത് 1939 1912 ഇങ്ങനൊരു ട്യൂബർക്ലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള സംഭവം ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് എപ്പോഴാണ്? 1939 അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സും ഡോക്ടേഴ്സും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു TAI എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഫോം ചെയ്തത്. ദെൻ TAIയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. TB കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, സപ്പോർട്ടിങ് ദ TB പേഷ്യൻസ്. അപ്പോൾ എന്താ? TB കൺട്രോൾ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ TB ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ട്യൂബർക്ലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇനി ഇവർ ചെയ്ത പ്രധാന ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അവയർനെസ് ക്യാമ്പയിൻ, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, റിസർച്ച് ആൻഡ് അഡ്വോക്കസി, കൊളാബറേഷൻ വിത്ത് ഗവൺമെൻറ് ആൻഡ് NGO. അപ്പോൾ എന്താ? TB അവയർനെസ് ക്യാമ്പയിൻസും ട്രെയിനിങ്ങും പിന്നെ പലതിനെ പറ്റി TBനെ പറ്റിയ റിസർച്ചും പിന്നെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും ഗവൺമെൻറ് ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് ഒരു കൊളാബറേഷൻ വർക്ക്സ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ ചെയ്ത ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ടൈം പീരീഡ് 1947 to 1916. നാഷണൽ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1959. അപ്പം ആ ഒരു കാലയളവിൽ വരുന്നതാണ് എന്ത്? നാഷണൽ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 1959 വരുന്നത്. ബാംഗ്ലൂരാണ് ഉള്ളത്. സോ അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NTI എവിടെയാണ്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, അത് എവിടെയാണോ? ബാംഗ്ലൂരാണ്
സോ ദ പ്ലേസ് ആണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ദ നാഷണൽ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് NTI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബാംഗ്ലൂർ ഇൻ 1959 ടു സെർവ് ആസ് എ നാഷണൽ റെഫറൻസ് സെൻറ്റർ ഫോർ TB കൺട്രോൾ. സോ ഈ NTI ബാംഗ്ലൂർ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ റെഫറൻസ് സെൻറ്ററാണ്. TB കൺട്രോളിൻ്റെ നാഷണൽ റെഫറൻസ് സെൻറ്ററാണ് NTI ബാംഗ്ലൂർ. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1959. Then pilot projects 1950s to 1960s. Pilot projects were launched in several states to test TB control strategies including the use of antibiotics. അപ്പോൾ എന്താ, ഓരോ പ്രൊജക്ട്സ് ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് അതുപോലെ TB കൺട്രോൾ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പല സ്റ്റേറ്റ്സിലും എന്ത് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 1950s മുതൽ 1960s ആ കാലയളവിലാണ് ഇവയൊക്കെ ലോഞ്ച് ചെയ്തത്. നമ്മൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സും അതുപോലെ തന്നെ ഒരുപാട് അവെയർനെസ് ക്യാമ്പയിൻസും ഒക്കെ നടത്തി. അപ്പം ഇതിൽ നമുക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് TBക്ക് കൊടുക്കുന്ന കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഫോം ചെയ്ത വർഷവും അതുപോലെ തന്നെ അതിൻ്റെ പേരുകളും നന്നായിട്ട് പഠിച്ച് വെക്കുക. എക്സാംസിൽ എന്തായാലും ചോദിക്കും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഫോർമേഷൻ ഓഫ് ദ ആൻറ്റിബയോട്ടിക്സ് ഫോർ TB. സ്ട്രെപ്റ്റോമൈസിൻ 1943 സ്ട്രെപ്റ്റോമൈസിൻ ഫോം ചെയ്യുന്നത്. ഡിസ്കവേർഡ് ബൈ 𝗧𝗥𝗘𝗔𝗧𝗠𝗘𝗡 ആൻഡ് ആൽബർട്ട് ചാഡ്സ്, സ്ട്രെപ്റ്റോമൈസിൻ വാസ് എ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് എഗെയിൻസ്റ്റ് TB. സോ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്. TBക്ക് എതിരെ കൊടുക്കുന്ന ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. 1943 എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഡിസ്കവർ ചെയ്തത് 𝗧𝗥𝗘𝗔𝗧𝗠𝗘 ആൽബർട്ട് ചാഡ്സുമാണ് ഇത് ഡിസ്കവർ ചെയ്തത്. സെക്കൻഡ്, പാരാമിനോ സൽസാലിക് ആസിഡ് PAS 1946 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡെവലപ്ഡ് ബൈ ഗോർഗൻ ലഹ്മാൻ, PAS വാസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സ്ട്രെപ്റ്റോമൈസിൻ ടു ട്രീറ്റ് TB. അപ്പോൾ എന്താ, പാരാമിനോ സൽസാലിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസിനും കൂടി ചേർത്തിട്ട് ആണ് TB ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. തേർഡ്, ഐസോനൈസൈഡ് 1951 ഐസോനൈസൈഡ് വരുന്നത്. ഡിസ്കവേർഡ് ബൈ ഗ്രഹാഡ് ഡൊമാങ്ക്, ഐസോനൈസൈഡ് ബിക്കം എ കീ കോമ്പോണൻറ്റ് ഓഫ് ദ TB ട്രീറ്റ്മെൻറ്റ് റെഗിമെൻ. അപ്പം TB ട്രീറ്റ്മെൻറ്റ് റെഗിമെനിലെ വളരെയധികം കീ കോമ്പോണൻ്റ് ആണ് ഈ ഐസോനൈസൈഡ് എന്ന് പറയുന്നത്. 1951 ലോഞ്ച് ചെയ്തത്. thiazetazone 1952 ഡെവലപ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ. thiazetazone വാസ് യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഐസോനൈസൈഡ് ടു ട്രീറ്റ് TB. അപ്പം thiazetazone എന്ന് പറയുന്നത് ഐസോനൈസൈഡും കൂടി കോമ്പിനേഷൻ അതും കൂടി ചേർത്തിട്ടാണ് TB ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് മെഡിക്കൽ റിസർച്ച് കൗൺസിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഡെവലപ്പ് ചെയ്ത വർഷം 1952. ദെൻ പാരാസിനമൈഡ് 1954 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡിസ്കവേർഡ് ബൈ ദ ഫ്രഞ്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി Montpellier. പാരാസിനമൈഡ് വാസ് ആഡഡ് ടു ദ TB ട്രീറ്റ്മെൻറ്റ്. പാരാസിനമൈഡ് 1954 ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് എത്താംബൂട്ടോൾ 1961 ഡെവലപ്ഡ് ബൈ ദ ലെഡർലി ലബോറട്ടറീസ്. എത്താംബൂട്ടോൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ന്യൂ ആൻറ്റി-TB ഏജൻറ്റ്. സോ 1961 എത്താംബൂട്ടോൾ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റൈഫാംബസിൻ 1963 ഡിസ്കവേർഡ് ബൈ ദ ഇറ്റാലിയൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഗ്രൂപ്പോ ലെപ്പിറ്റിറ്റ്. റൈഫാംബസിൻ ബിക്കം എ പവർഫുൾ ടൂൾ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് TB. സോ റൈഫാംബസിൻ 1963 ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് അത് റൈഫാംബസിൻ എന്ന് പറയുന്നത് നമ്മുടെ TBക്ക് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ റൈഫാംബസിൻ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. സോ റൈഫാംബസിൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അത് ലോഞ്ച് ചെയ്ത വർഷം 1963. നെക്സ്റ്റ്, ദ ടൈം പീരിയഡ് 1962 ടു ദ കറൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ എന്താ, 1962 മുതൽ ഇപ്പം 2025 വരെയുള്ള ഈ കറണ്ടിൽ ഇപ്പം എന്തൊക്കെയാണ് സ്റ്റാറ്റസ് എന്നാണ് ഇനി കൊടുത്തിരിക്കുന്നത്. നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം 1962. അപ്പം നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നതാണ് 1962. ദ NTCP എയിം ടു കൺട്രോൾ ആൻഡ് ട്രീറ്റ് ട്യൂബർക്ലോസിസ് ഇൻ ഇന്ത്യ. അപ്പം നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം വന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ട്യൂബർക്ലോസിസ് ട്രീറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ NTCP വരുന്നത്. ഹവർ ദ പ്രോഗ്രാം ഫേസ്ഡ് ചാലഞ്ചസ് including low treatment success rates, high death and default rates and the spread of multi-drug resistant TB. അപ്പം എന്താ പറയുന്നത്, NTCP വന്നിരുന്നെങ്കിലും വളരെയധികം ചാലഞ്ചസ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ, അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എന്താ വളരെയധികം കുറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാർ മരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്താണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്ന TBയുടെ ഒരു ഫോമും കൂടി ആ സമയത്ത് സ്പ്രെഡ് ആകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഈ NTCP വളരെയധികം നല്ല രീതിയിലല്ല
മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒന്നും നേരെയല്ല, അല്ലെങ്കിൽ സക്സസ് റേറ്റ്സ് ഒന്നും ഇല്ല, നേരെയല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് എന്നൊക്കെയാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയതായിട്ട് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ പുതിയൊരു സംഭവം ഡെവലപ്പ് ആയത്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയത്. സോ അപ്പം നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം. അപ്പം RNTCP വരുന്നത് 1997 ലോഞ്ച് ചെയ്യുന്നത്. ഇൻ റെസ്പോൺസ് ടു ദീസ് ചാലഞ്ചസ് ദ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1997. സോ എന്താണ്, NTCP വളരെയധികം ചാലഞ്ചസ് നേരിട്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് വരുന്നത്, 1997 റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നത്. ദ RNTCP was adopted the internationally recommended directly observed treatment short course സ്ട്രാറ്റജി. അപ്പോൾ എന്താ RNTCP, ഇപ്പം നേരത്തെ NTCP കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഔട്ട്കം തന്നെ, അല്ലെങ്കിൽ സക്സസ് റേറ്റ്സ് ഒക്കെ വളരെയധികം കുറവായിരുന്നു. ഇവിടെ ഈ RNTCP ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇവർ പുതിയൊരു ട്രീറ്റ്മെൻ്റ് ആണ് കൊണ്ടുവന്നത്. അതിൻ്റെ പേരാണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്, DOTS സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും. The program's objectives included achieving at least 85% cure rate for infectious TB cases and detecting at least 70% of estimated cases through the quality sputum microscopy. So ഈ 2% പഠിച്ചു വെക്കുക. അപ്പം RNTCP വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 85% ക്യൂർ റേറ്റ്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള TBയിൽ 85% ക്യൂറും അതുപോലെ 70% TB ഉള്ള ആൾക്കാരെ ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ് ഇവർ മുൻപിൽ വെച്ചത്. അത് വളരെയധികം സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 85 and 70% ഉള്ള കാര്യം ഓർത്ത് വെക്കുക. ആൻഡ് അവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട്സിനെ പറ്റി പറഞ്ഞു. അപ്പം എന്താ ഡോട്ട്സ് എന്നുള്ളത് നോക്കാം. ദ നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം adopted the directly observed treatment short course strategy in 1997 as a part of revised national tuberculosis control program. അപ്പം NTCP ആണ് ഈ ഡോട്ട്സ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. എങ്കിലും അതെന്താണ്, ഈ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പാർട്ടാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് വന്നത് 1997 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. 1997 ആണ്. ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. നെക്സ്റ്റ്, ദ കീ കോമ്പോണൻറ്റ്സ് ഓഫ് ദ ഡോട്ട്സ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ. A treatment supporter or health worker directly observes the patient swallowing their medications. അപ്പം എന്താ ഇതിൽ പെടുന്ന, അല്ലെങ്കിൽ ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 4 ഉണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ഒരു ഷോർട്ട് കോഴ്സ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, കീമോതെറാപ്പി കൊടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ഈ ഡോട്ട്സിലുള്ളത്. അപ്പം ആദ്യം ആ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറോ എന്ത് ചെയ്യും, ഈ പേഷ്യൻറ്റ് മെഡിസിൻ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് ഈ മെഡിസിൻസ് എടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക ചെയ്യുന്നത്. അതാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ ഡോട്ട്സിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ്, ട്രീറ്റ്മെൻറ്റ്. എ സ്റ്റാൻഡർഡൈസ്ഡ് ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് റെജിമെൻ ഈസ് യൂസ്ഡ്. അപ്പോൾ എന്താ, ഒരു ഷോർട്ട് കോഴ്സ് ആയിട്ടുള്ള 6 മുതൽ 9 മാസം വരെ എടുക്കേണ്ട മെഡിസിൻസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് റെജിമെനാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഈസ് ഷോർട്ടർ കമ്പയർഡ് ടു ദ ഏർലിയർ റെജിമെൻസ്. അപ്പോൾ എന്താ, മുൻപെന്ന് പറയുന്നത് 1 വർഷത്തോളം അല്ലെങ്കിൽ 1.5 വർഷത്തോളമായിരുന്നു ഇവർ മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് ചെയ്തു, ആ ഒരു മെഡിസിൻ്റെ മെഡിസിൻ എടുക്കേണ്ട ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 6 മാസം വരെ ആക്കിയിട്ട് 6 മുതൽ 9 മാസം വരെ ആക്കിയിട്ട് അവർ ആ ഒരു ഡ്യൂറേഷൻ കുറച്ചു. അതാണ് ഈ ഷോർട്ട് കോഴ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഷോർട്ട് കോഴ്സ് ആണ്. കുറച്ച് നാളത്തെ ഒരു 6 മാസം, മാക്സിമം ഒരു 6 മാസം വരെയൊക്കെയാണ്. ചിലർക്ക് ഒരു എക്സെപ്ഷൻ കൂടെ വന്നിട്ട് ഒരു 3 മാസം കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ 9 മാസം വരെയൊക്കെ കൊടുക്കുന്ന ഒരു ഷോർട്ട് കോഴ്സ് മെഡിസിന്. ദെൻ കീമോതെറാപ്പി. കോമ്പിനേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് TB. അപ്പോൾ എന്താ, നമ്മൾ നേരത്തെ കുറേ ആൻറ്റിബയോട്ടിക്സ് പഠിച്ചല്ലേ. സോ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു TB ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡോട്ട്സിൽ വരുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ദ കറൻറ്റ് സ്റ്റാറ്റസ്.
2020. As of 2020, the RNTCP has made a significant progress in controlling TB in India. So 2020 കൂടി എന്ത് ചെയ്തു RNCP വളരെയധികം TB കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. The program has achieved a treatment success rate of over 19% and has detected over 2.2 million TB cases annually. അപ്പോൾ എന്താ ഇപ്പം ഈ ഒരു പ്രോഗ്രാം വളരെയധികം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്സ് ആണ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ആൻഡ് അതുപോലെ തന്നെ 2.2 മില്യൺ TB കേസസും ഇവർ ഇപ്പം ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞു. The RNTCP has also expanded its service to include daily regimen treatment, private sector engagement and urban TB control. So RNTCP വന്ന സമയത്ത് എന്ത് ചെയ്തു, അവർ ഡെയിലി ട്രീറ്റ്മെൻറ്റ് റെജിമെൻ കൊടുക്കുകയും ഡെയിലി എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ മെഡിസിൻസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു റെജിമെൻ അവരുണ്ടാക്കി. പിന്നെ പ്രൈവറ്റ് സെക്ടറേയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ അർബൻ ഏരിയാസിലെ TB കൺട്രോളിന് വേണ്ട മെഷേഴ്സും ഇവർ അഡോപ്റ്റ് ചെയ്തു. India has set ambitious target to eliminate TB by 2025 and RNTCP is working towards achieving this goal. അപ്പോൾ എന്താ 2025 TB കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്താ RNCP ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെയധികം നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് TB ഇൻ ഇന്ത്യ. ദ ആൻഷ്യൻ ടെക്സ്റ്റ് 𝗧𝗥𝗘𝗔𝗧𝗠𝗘𝗏 ഡിസ്ക്രൈബ്ഡ് TB ഇൻ 606 BCE. അപ്പം വളരെയധികം നാളുകൾക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള 606 BCE വരുന്നത്. ആ ടൈമിൽ TBനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടെക്സ്റ്റിൻ്റെ പേരാണ് 𝗧𝗥𝗘𝗔𝗧𝗠𝗘𝗏 എന്ന് പറയുന്നത്. India established its first TB sanatorium in Tilwana near Ajmer in Rajasthan 1906. So 1906 രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് TB സാനറ്റോറിയം വരുന്നത്. The first TB medical dispensary was established in the year 1917. So ഫസ്റ്റ് TB മെഡിക്കൽ ഡിസ്പെൻസറി വരുന്നത് 1917ലാണ്. By 1925 diagnosis of TB via X-ray become possible. അപ്പോൾ എന്താ എക്സ്റേസ് വഴി TB ഡയഗ്നോസ് ചെയ്യുന്ന സംഭവം വന്നത് 1925ലാണ്. India launched expanded program of immunization EPI in 1978 with the introduction of BCG, OPV, DPT and typhoid paratyphoid vaccines. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യ പിന്നെ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ. സോ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1978ലാണ്. ഓർത്ത് വെക്കുക ആ വർഷം. EPI ലോഞ്ച് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1978 ആണ്. അവിടെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു BCG വാക്സിൻ, നമ്മുടെ ട്യൂബർക്ലോസിന് കൊടുക്കുന്ന BCG വാക്സിൻ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ OPV, DPT, ടൈഫോയിഡ്, പാരടൈഫോയിഡ് വാക്സിൻസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. Bacillus calmette-guerin is a live attenuated vaccine form of Mycobacterium bovis used to prevent tuberculosis and other mycobacterial infections. The vaccine was developed by Calamity and Guerin and was first administered to human beings in 1921. അപ്പം ബാസിലസ് കലാമിറ്റി ഗുറൈൻ എന്ന് പറയുന്ന വാക്സിനേഷൻ, അതൊരു വാക്സിൻ കണ്ടുപിടിച്ചതാരാണ്? കലാമിറ്റിയും ഗുറൈനും കൂടിയാണ് ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇത് ഹ്യൂമൻ ബീങ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് 1921ലാണ്. അതുപോലെ ഈ BCG എന്ന് പറയുന്നത്, BCGയിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ ലൈവ് ഫോമാണ്. പക്ഷെ അത് വീക്കായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. പക്ഷെ അത് ജീവനോടെ, അതിന് ലൈവാണ്, അതിന് ജീവനുണ്ട്. സോ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ഇതിനെയാണ് നമ്മൾ BCG വാക്സിനേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ട്യൂബർക്യുലോസിസും അതുപോലെ മറ്റ് മൈക്രോബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതെന്ന് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ കൊടുത്തിരിക്കുന്ന കുറച്ച് TBനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇതൊക്കെ. സോ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സൈറ്റ്സിലുള്ള നോട്ട്സൊക്കെ നമുക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നോട്ട്സൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കതും റെഫർ ചെയ്യാം. ഇപ്പോൾ TB തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB സർവീസ് ഡെലിവറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈറ്റ്സിൽ, ഗവൺമെൻറ് സൈറ്റ്സിൽ നിന്ന് കിട്ടുന്നതൊക്കെ യൂസ് ചെയ്യുക. പരമാവധി അതൊക്കെ വായിച്ച് കവർ ചെയ്യാൻ നോക്കുക. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. The TB problem in India was recognized through a resolution passed in the All India Scientific Conference held at Madras in 1912. The TB picture started becoming clear with the introduction of tuberculin testing. So, ഇന്ത്യയിൽ TBയുടെ പ്രോബ്ലം ഫസ്റ്റ് മനസ്സിലാക്കിയത് ഓൾ ഇന്ത്യ സയൻറ്റിഫിക് കോൺഫറൻസ്, അത് മദ്രാസിൽ നടന്നിട്ടുണ്ടായിരുന്നു. 1912 മദ്രാസിൽ നടന്നിരുന്ന ഈ ഒരു സയൻറ്റിഫിക് കോൺഫറൻസിലാണ് TB ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം
പ്രശ്നങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് ഒന്ന് വിലയിരുത്തിയത് ഈ ഒരു കോൺഫറൻസിലാണ്. ദ ടി ബി പിക്ചർ സ്റ്റാർട്ടഡ് ബിക്കം ക്ലിയർ വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ട്യൂബർക്കുലിൻ ടെസ്റ്റിൻ. അപ്പം ട്യൂബർക്കുലിൻ ടെസ്റ്റിൻ വന്നതോടുകൂടി ടി ബിയുടെ പിക്ചർ ഏതാണ്ട് വളരെയധികം ക്ലിയർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എത്ര പേർക്ക് ഉണ്ട് എന്നുള്ള കണ്ടുപിടിക്കാനൊക്കെ സാധിച്ചിരുന്നു. ദ ബോർ കമ്മിറ്റി റിപ്പോർട്ട് ഇഷ്യൂഡ് 1946 എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് 2.5 million പേഷ്യൻസ് റിക്വയർഡ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ കൺട്രി വിത്ത് ഓൺലി 6,000 ബെഡ്സ് അവൈലബിൾ. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ആ ഒരു ബോർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതാണ്. 1946 ആ ബോർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതിൽ നിന്ന് പറയുന്നത് ഇപ്പം നിലവിൽ 2.5 million പേഷ്യൻസ് ഉണ്ട് ടി ബി വന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6,000 ബെഡ്സ് മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ബോർ കമ്മിറ്റി റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തത് 1946 കാര്യം ഓർക്കുക. ദ ഫസ്റ്റ് ഓപ്പൺ എയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഐസൊലേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടി ബി പേഷ്യൻസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1906 ഇൻ ടിലുവാന അജ്മീർ ആൻഡ് അൽമോറ ഇൻ ഹിമാലയാസ് ഇൻ 1906. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ 1908 ഹിമാലയാസിൽ അൽമോറയിൻ ഹിമാലയാസിലും ഈ ഒരു ഫസ്റ്റ് ഓപ്പൺ എയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഐസൊലേഷൻ ഓഫ് ടി ബി ട്രീറ്റ്മെൻറ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ആൻറ്റി ടി ബി മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി ഗെയിൻഡ് മൊമെൻറ്റം വിത്ത് ദ ടി ബി Association of India was established in 1939. WHO and UNICEF took keen interest in providing assistance for introducing mass BCG vaccination with the low cost in 1951. സോ ഇവിടെ പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ടി ബി അസോസിയേഷൻ ഓഫ് ഇന്ത്യ 1939 എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് WHO-യും യുണിസെഫും കൂടിയിട്ട് എന്ത് ചെയ്തു, BCG വാക്സിനേഷൻ വെരി ലോ കോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 1951 BCG വാക്സിനേഷൻ വെരി ലോ കോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ 1940s സ്ട്രെപ്റ്റോമൈസിൻ ആൻഡ് പാസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വെസ്റ്റ് ഫോളോഡ് ബൈ ദി തയോസെറ്റസോൺ ആൻഡ് ഐസോസൈനൈഡ് ഇൻ 1950. സോ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഡേറ്റ് എന്നുള്ള കാര്യം മുന്നേ പറഞ്ഞു. അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. സ്ട്രെപ്റ്റോമൈസിൻ, പാരാമിനോ സൾസാലിക് ആസിഡ്, ദെൻ തയോസെറ്റസോൺ ആൻഡ് ഐസോനൈസൈഡ് ആണ്. ദെൻ The National Tuberculosis Control Program was formulated in 1962. 1962 National Tuberculosis Control Program വന്നു, which was implemented in the phased manner. ഓരോ phased mannerലാണ് അത് വന്നത്. The deficiency of NTB was identified in 1963 and a revised National Tuberculosis Control Program was developed. അപ്പോൾ എന്താ, NTPക്ക് വളരെയധികം തകരാറുകൾ ഉണ്ടായിരുന്നു, നന്നായിട്ട് സക്സസ് റേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാരണത്താൽ 1963 റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം വന്നു. ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എ കമ്മിറ്റ്മെൻറ്റ് ടുവാർഡ്സ് ഇറ്റ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ RNTCP 2005 കൂടി കൺട്രി കംപ്ലീറ്റ് എൻ്റയർ കൺട്രിയിലും ഇത് ഉണ്ടായിരിക്കണമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് വന്നതും. നെക്സ്റ്റ് പറയുന്നത് ദ എവല്യൂഷൻ ഓഫ് ടി ബി എലിമിനേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എവല്യൂഷൻ ഓഫ് ദി ടി ബി കൺട്രോൾ പ്രോഗ്രാം ഇൻ ഇന്ത്യ ഫ്രം ദ പ്രീ NTP എറ ടു NTCP ആൻഡ് NTEP. സോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും ഇതിൽ ഉണ്ടാവുക. ചില പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. NTPയുടെ സൈഡ്സിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. The National Tuberculosis Control Program of India was launched in 1962. It relied on BCG, X-ray-based diagnosis and streptomycin and isoniazid-based treatment centralized at a district level. So, National Tuberculosis Control Program 1962 വന്നു. ആ സമയത്ത് BCGയും എക്സ്റേയും സ്ട്രെപ്റ്റോമൈസിനും പിന്നെ ഐസോനൈസൈഡ് ഇവയൊക്കെയായിരുന്നു ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതെന്തായാലും ഡിസ്ട്രിക്ട് ലെവലിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. Based on the review of NTP and WHO recommendations of DOTS strategy, Government of India then revised the NTP and launched a new program with the title Revised National Tuberculosis Control Program in 1997. It used sputum microscopy and designated microscopy centers for diagnosis and multi-drug short course anti-TB therapy decentralized to the TU level. സോ ഇതിൽ പഠിക്കേണ്ട എന്താണ്, NTPയുടെ റിവ്യൂ. ബേസ്ഡ് ഓൺ ദ റിവ്യൂ WHO-യും അതുപോലെ തന്നെ NTPയും എന്ത് ചെയ്തു, ഈ ഒരു നിലവിലുള്ള ആ ഒരു സ്ട്രാറ്റജി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എന്ത് വന്നു, ട്രീറ്റ്മെൻറ്റായിട്ട് DOTS സ്ട്രാറ്റജി വന്നു. DOTS എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ദെൻ റിവൈസ്ഡ് NTP ടു ദ ന്യൂ പ്രോഗ്രാം. എന്തായി, റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാമായി 1997. ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയാണ് യൂസ് ചെയ്തത്. എവിടെ, മൈക്രോസ്കോപ്പി സെൻറ്റേഴ്സിലും സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, മൾട്ടി ഡ്രഗ് ഷോർട്ട് കോഴ്സ് anti-TB തെറാപ്പിയാണ് കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ഇൻ ദ TB യൂണിറ്റ്സിലും കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. In recognition of the rising drug resistant problem, the DOTS Plus
PMDT Programmatic Management of Drug-Resistant TB was launched in 2006 and scaled up to the entire country by 2012. സോ ഇതിൽ വരുന്ന പോയിൻറ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ഈ പ്രോഗ്രാമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഒക്കെ നമ്മൾ TBയുടെ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതെന്നാ ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്താ, ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് അത് റൈസ് ചെയ്യുന്ന സമയം ആണ് ഉണ്ടായിരുന്നത്. ആ സമയം എന്ത് ചെയ്തു, സാധാ മരുന്നുകൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകളൊന്നും എഫക്റ്റീവ് ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡോട്ട്സ് പ്ലസ് അല്ലെങ്കിൽ പ്രോഗ്രാമാറ്റിക് മാനേജ്മെൻറ്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തു. 2006 ലോഞ്ച് ചെയ്തത്. അത് കൺട്രി വൈഡ് ആയിട്ട് വന്നത് 2012. Further, to strengthen the monitoring and the supervision system, a case-based notification system, 𝗧𝗥𝗘𝗔𝗧𝗠𝗘𝗏 introduced in 2012. Very important ആണ്. 𝗧𝗥𝗘𝗔 വന്ന വർഷം 2012 ആണ്. സോ 𝗧𝗥𝗘 എന്ന് പറയുന്നതാണ് ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ സിസ്റ്റമാണ്. അത് കേസ് ബേസ്ഡ് നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ് 𝗧𝗥𝗘. ഓക്കെ, then the same year tuberculosis was added as a notifiable disease at the point of diagnosis by all healthcare providers. So TB നോട്ടിഫിക്കേഷൻ നമുക്ക് പഠിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പം അതേ സെയിം ഇയറിൽ 2012 𝗧𝗥𝗘 വന്നു. അതോടൊപ്പം തന്നെ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഡിസീസ് ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. നോട്ടിഫയബിൾ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സോ ഡോക്ടേഴ്സോ ഒക്കെ ഈ ഒരു അസുഖമാണ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു സിംറ്റംസ് കാണുവാണെങ്കിൽ തന്നെ അത് അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമം വരുന്നതാണ്. അതിനാണ് നമ്മൾ ഈ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ട്യൂബർക്ലോസിസും ഒരു നോട്ടിഫയബിൾ ഡിസീസിൻ്റെ ഒരു പട്ടികയിൽ ഉൾപ്പെടുകയാണ് 2012. ഓക്കെ, other key milestones from 2012 to 2020 were the availability of standards of TB care in India in 2014, introduction of daily weight band wise fixed dose combination in 2016, and new drugs like bedaquiline and delamint were started in 2017 and 2018 respectively. So പിന്നീട് 2012 മുതൽ 2020 വരെ വരുന്ന കാര്യമാണ് പറയുന്നത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് കെയർ ഓഫ് TB സ്റ്റാർട്ട് ചെയ്തു. 2014 സ്റ്റാൻഡേർഡ്സ് ഓഫ് TB കെയർ ഇൻ ഇന്ത്യ STCI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു 2014. അവിടെ എന്താണ്, ഡെയിലി വെയ്റ്റ് ബാൻഡ് വൈസ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആണ് വന്നത്. 2016 അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പുതിയ ഡ്രഗ്സ് ബെഡാക്യുലിൻ പിന്നെ ഡെലാമിൻറ്റ് എന്ന് പറഞ്ഞ വാക്സിൻസും ന്യൂ ഡ്രഗ്സും 2017 ബെഡാക്യുലിനും ഡെലാമിൻറ്റ് 2018 വന്നു. ഈ വന്ന വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് TBയിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുക ചെയ്തതിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് TB കെയർ ഇൻ ഇന്ത്യ വന്നത് 2014 വന്നു. പിന്നെ ഡെയിലി വെയ്റ്റ് ബാൻഡ് വൈസ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ അങ്ങനെ ഒരു മെഡിസിൻ കൊണ്ടുവന്നത് 2016 ഓരോ ഡോസേജ് ഓഫ് മെഡിസിൻസ് ഒരു കോമ്പിനേഷൻ ആക്കിയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡ്രഗ്സിൻ്റെ കാര്യം പഠിച്ചിരുന്നു. അപ്പം ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ കോമ്പിനേഷൻ അത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഡ്രഗ് ആക്കി ഒരു സിംഗിൾ മെഡിസിൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, FDC എന്ന് പറയുന്നത്, ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അത് 2016 വരുന്നത്. ദെൻ ബെഡാക്യുലിൻ ഡെലാമിൻറ്റ് 2017-18 വന്നു. ടു എംഫസൈസ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ടു ആക്സലറേറ്റ് ദ എഫേർട്സ് ടുവാർഡ്സ് TB എലിമിനേഷൻ, NTCP വാസ് റീനെയിംഡ് ആസ് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ഇൻ 2020. നമ്മളിത് പറഞ്ഞിട്ടില്ല, ഈ കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ആദ്യം നമ്മൾ NTP വന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ തകരാറ് കാരണം നമ്മൾ NTCP വന്നത് പറഞ്ഞു. ഇനി NTCP 2020 എന്തായി മാറി, നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമായിട്ട് മാറി. ഇപ്പം NTCPയുടെ പുതിയ പേരെന്താണെന്ന് ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്താ എഴുതേണ്ടത്, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമായിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. 2020 ആ ഒരു നെയിം ചേഞ്ച് ആയിട്ട് ആയത്. ഇത് നമ്മുടെ NTPയുടെ സൈറ്റിൽ തന്നെയുള്ള ഒരു മൈൽ സ്റ്റോൺ ചാർട്ടാണ്. അപ്പം ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും അതിൽ ഗവൺമെൻറ് സൈറ്റ്സിൽ എങ്ങനെയാണോ അതിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ആൻസേഴ്സ് മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അത് മാത്രമേ വാല്യുബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കാം, നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത് 1962. ദെൻ 1997 ഡോട്ട് സ്ട്രാറ്റജി വന്നു. ആൻഡ് 2005 NTCP കൺട്രി മുഴുവൻ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ജോയിൻറ്റ് TB ആൻഡ് HIV കൊളാബറേഷൻ. നമ്മൾ TB HIV-യുടെ കാര്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ 2007 അത് വന്നത്. നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ജോയിൻറ്റ് TB HIV കൊളാബറേഷൻ പ്രോഗ്രാം വന്നത് 2007. ഇനി
2012 TB നോട്ടിഫൈബിൾ ഡിസീസ് ആയിട്ട് മാറി. 2016 എന്ത് ചെയ്തു, ഡെയിലി വെയിറ്റ് ബാൻഡ് വൈസ് ഫിക്സഡ് ഡോസ് കോമ്പറ്റീഷൻ വന്നു. 2017 പുതിയൊരു ഡ്രഗ് വന്നു, ബെഡാക്കുലിൻ വന്നു. ദെൻ നമ്മൾ ഡെലാമിൻ്റെയും കൂടി അവിടെ ഓർക്കണേ 2018. ദെൻ 2020 RNCP എന്തായിട്ട് മാറി, നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമായിട്ട് മാറി. അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട്, മറ്റ് ഡേറ്റ്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഡേറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. സോ താങ്ക് യു.